ഓം ശാന്തി. പ്രഭാതമുരളി 1-11-21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ പെരുമാറ്റ രീതി വളരെ വളരെ മധുരവും റോയലും ആയിരിക്കണം. ക്രോധത്തിൻ്റെ ഭൂതം തീർത്തും ഉണ്ടാകരുത്. ചോദ്യം: 21 ജന്മങ്ങളിലേക്കുള്ള പ്രാപ്തി നേടുന്നതിനായി കുട്ടികൾ ഏതൊരു കാര്യത്തിൻ്റെ ശ്രദ്ധ തീർച്ചയായും വയ്ക്കണം? ഉത്തരം: ഈ ലോകത്തിൽ ഇരിക്കവേ എല്ലാം ചെയ്യുമ്പോഴും ബുദ്ധിയുടെ യോഗം ഒരു സത്യമായ പ്രിയതമനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ബാബയുടെ മാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മോശമായ ശീലവും ഉണ്ടാകരുത്. വീട്ടിൽ കഴിയുമ്പോഴും ഇത്രയും സ്നേഹത്തോടെ ഇരിക്കൂ. ഇവരിൽ വളരെ നല്ല ദൈവിക ഗുണങ്ങളുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. ഗീതം: ഉണരൂ പ്രിയതമകളെ, ഉണരൂ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ഇതിൻ്റെ അർത്ഥവും തീർച്ചയായും കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ബാബ വന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പുതിയ ലോകത്തിലെ നവയുഗത്തിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങൾ കുട്ടികൾ 5000 വർഷം മുമ്പും കേട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. ബാക്കി ഇടയിൽ വച്ച് കേവലം ഭക്തി മാർഗത്തിലെ കാര്യങ്ങൾ മാത്രം കേട്ടു. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അവിടെ ജ്ഞാനമാർഗത്തിൻ്റെ പ്രാപ്തിയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി സത്യമായ സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നോളജിന് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നു. പഠനത്തിലൂടെ ചിലർ ബാരിസ്റ്ററും എഞ്ചിനീയറും മറ്റും ആകുന്നു. വരുമാനവും ഉണ്ടാകുന്നു. നിങ്ങൾ ഈ പഠനത്തിലൂടെ രാജാക്കന്മാരുടെയും രാജാവാകുന്നു. ഇത് എത്ര വലിയ സമ്പാദ്യമാണ്! ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ നിശ്ചയമുണ്ട്. അഥവാ അല്പം സംശയമുണ്ടെങ്കിൽ മുന്നോട്ട് പോകവേ നിശ്ചയം ഉണ്ടായിക്കൊണ്ടിരിക്കും. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബാബയുടേതായി സമ്പത്തിൻ്റെ അധികാരിയായി. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. ആ ഒന്ന് വന്നിരിക്കുന്നു നമ്മളെ അധികാരിയാക്കുവാൻ. കുട്ടികൾക്ക് ഈ നിശ്ചയം ഉണ്ടാകേണ്ടതാണ്. 2 അച്ഛനുണ്ട് എന്നതും അറിയുന്നുണ്ട്. ഒന്നാണ് ലൗകിക പിതാവ്, രണ്ടാമത്തേതാണ് പാരലൗകികം. ആ ഒന്നിനെ പരംപിത പരമാത്മാവ്, ഓ ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ലൗകിക പിതാവിനെ ഒരിക്കലും പരമപിത എന്ന് പറയില്ല. സർവരുടെയും സുഖദാതാവും ശാന്തിദാതാവും ആ ഒരേ ഒരു പാരലൗകിക ബാബയാണ്. സത്യയുഗത്തിൽ എല്ലാവരും സുഖമനുഭവിക്കുന്നവരായി കഴിയുന്നു. ബാക്കി ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങൾക്ക് സുഖം, ശാന്തി, ധനസമ്പത്തുകൾ, നിരോഗി ശരീരം എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മോസ്റ്റ് ബിലവഡായ ബാബയെ എല്ലാവരും വിളിക്കുന്നു. സാധു സന്യാസിമാരും സാധന ചെയ്യുന്നു. എന്നാൽ ആരുടെ സാധനയാണ് ചെയ്യുന്നത് ഇതറിയുന്നില്ല. അവർ ചെയ്യുന്നത് ബ്രഹ്മത്തിൻ്റെ സാധനയാണ്. നമ്മൾ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരട്ടെ. എന്നാൽ ലീനമാകുവാൻ സാധിക്കില്ല. ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നതിലൂടെ പാപം മുറിയുകയില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. സർവശക്തിമാൻ ഞാനാണോ അതോ വസിക്കുന്ന സ്ഥാനമായ ബ്രഹ്മമാണോ? ബ്രഹ്മമഹത്തത്വത്തിൽ എല്ലാ ആത്മാക്കളും നിവസിക്കുന്നു. ബ്രഹ്മത്തെ അവർ ഭഗവാനായി മനസ്സിലാക്കി. ഭാരതവാസികൾ ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നത് കാരണം തൻ്റെ ധർമ്മം ഹിന്ദു ആണ് എന്ന് മനസ്സിലാക്കിയതുപോലെ, അതുപോലെ വസിക്കുന്ന സ്ഥാനമായ ബ്രഹ്മതത്വത്തെ പരമാത്മാവായി മനസ്സിലാക്കി. അത് ബ്രഹ്മാണ്ഡമാണ്. അവിടെ ആത്മാക്കൾ ജ്യോതിർബിന്ദുവായി അണ്ഡ ആകാരത്തിൽ വസിക്കുന്നു. അതിനാൽ അതിനെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നു. ഇതാണ് മനുഷ്യ സൃഷ്ടി. ബ്രഹ്മാണ്ഡം വേറെയാണ്, മനുഷ്യ സൃഷ്ടി വേറെയാണ്. ആത്മാവ് എന്താണ് ഇതാർക്കും അറിയില്ല. ഭൃഗുടിയുടെ മധ്യത്തിൽ അത്ഭുത നക്ഷത്രം തിളങ്ങുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ ആത്മാവ് അങ്കുഷ്ടം, പെരുവിരലിന് സദൃശ്യമാണ് എന്ന് പറയുന്നു. എന്നാൽ ബാബ പറയുന്നു, ആത്മാവ് തികച്ചും സൂക്ഷ്മ ബിന്ദുവാണ്. ഇതിനെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല.
ഇതിനെ കാണുവാനും പിടിക്കുവാനും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആർക്കും അറിയാൻ കഴിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ഭാരതത്തെ സ്വർഗമാക്കുന്നതിൽ ബാബയുടെ സഹായിയും ആകണം. ബാബ വരുന്നത് തന്നെ ഭാരതത്തിലാണ്. ശിവജയന്തി ഭാരതത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ക്രൈസ്റ്റ് ജീവിച്ചിരുന്ന ശേഷം പോയി. അപ്പോൾ ക്രിസ്ത്യൻസ് ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ക്രൈസ്റ്റ് എപ്പോൾ വന്നു എന്നതും അവർ അറിയുന്നുണ്ട്. എന്നാൽ ഭാരതവാസികൾക്ക് ബാബ എപ്പോഴാണ് വന്നിരുന്നത്, കൃഷ്ണൻ എപ്പോഴാണ് വന്നിരുന്നത് എന്നത് അറിയുകയില്ല. ആർക്കും തന്നെ അവരെക്കുറിച്ച് അറിയില്ല. മഹിമ മുഴുവനും കൃഷ്ണൻ്റേതാണ് പാടുന്നത്. കൃഷ്ണനെ ഊഞ്ഞാലിലാട്ടുന്നു, സ്നേഹിക്കുന്നു. എന്നാൽ കൃഷ്ണന്റെ ജന്മം എപ്പോഴുണ്ടായി എന്നതറിയുന്നില്ല. ദ്വാപരയിൽ ഗീത കേൾപ്പിച്ചതായി പറയുന്നു. എന്നാൽ കൃഷ്ണൻ ദ്വാപരയിൽ വരുന്നില്ല. ലീല ഒരു ബാബയുടേതാണ്. അതിനാലാണ് നിന്റെ ഗതിയും മതവും നിനക്കേ അറിയൂ എന്ന് പറയുന്നത്. കൃഷ്ണൻ സത്യയുഗത്തിലെ പ്രിൻസാണ്. ആദ്യം മാതാവിന് സാക്ഷാത്കാരമുണ്ടാകുന്നു. യോഗബലത്തിലൂടെ കുട്ടി ജനിക്കാൻ പോകുന്നുവെന്ന്. അവിടെ ശരീരവും അതേപോലെ തന്നെ ഉപേക്ഷിക്കുന്നു. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. സർപ്പത്തിൻ്റെ ഉദാഹരണമുണ്ട്. വാസ്തവത്തിൽ സന്യാസിമാർക്ക് ഈ ഉദാഹരണം നൽകാൻ സാധിക്കില്ല. നിങ്ങൾ വികാരി മനുഷ്യരെ ഇരുന്ന് ജ്ഞാനം ഊതി ഊതി തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കി മാറ്റുന്നു. ഇത് നിങ്ങളുടെ തൊഴിലാണ്. ജ്ഞാനം ഊതി ഊതി മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നു. ആമയുടെയും മറ്റും ഉദാഹരണം ഈ സമയത്തിൻ്റെതാണ്. കർമ്മം ചെയ്തുകൊണ്ടും പിന്നെ എത്ര സമയം ലഭിക്കുമോ ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ അന്തിമ ജന്മമാണ്. ഇപ്പോൾ നാടകം പൂർത്തിയാകേണ്ടതുണ്ട്. പഴയ ശരീരമാണ്. ഇതിൻ്റെ കർമ്മഭോഗ് സമാപ്തമാക്കണം. എപ്പോഴാണോ സതോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ പിന്നെ കർമാതീത അവസ്ഥ ഉണ്ടാകും. പിന്നെ നമുക്ക് ഈ ശരീരത്തിൽ ഇരിക്കാൻ സാധിക്കില്ല. കർമാതീത അവസ്ഥ ഉണ്ടായെങ്കിൽ പിന്നെ ശരീരം ഉപേക്ഷിക്കും. പിന്നെ യുദ്ധം ആരംഭിക്കും. കൊതുകുകളെ പോലെ എല്ലാ ശരീരവും ഇല്ലാതായി ആത്മാക്കൾ പോകും. പവിത്രമാകാതെ ആർക്കും പോകാൻ സാധിക്കില്ല. ഇതാണ് രാവണൻ സ്ഥാപിച്ച ദുഃഖധാമം. രാമൻ സ്ഥാപിച്ചതാണ് ശിവാലയം. വാസ്തവത്തിൽ പരമാത്മാവിൻ്റെ നാമം ശിവൻ എന്നാണ്, രാമൻ എന്നല്ല. സത്യയുഗമാകുന്ന ശിവാലയത്തിൽ എല്ലാ ദേവതമാരും വസിക്കുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ ശിവന്റെ പ്രതിമയ്ക്കായി ക്ഷേത്രവും ശിവാലയവും മറ്റും ഉണ്ടാക്കുന്നു. ഇപ്പോൾ ശിവബാബയുടെ സിംഹാസനമാണ് ഇത്. ആത്മാവ് ഈ സിംഹാസനത്തിൽ വിരാജിക്കുന്നു. ബാബയും ഇവിടെ സമീപത്ത് വന്ന് വിരാജിക്കുന്നു, വന്ന് പഠിപ്പിക്കുന്നു. സദാ ഉണ്ടായിരിക്കുന്നില്ല. ഓർമ്മിച്ചു എങ്കിൽ ഈ ഒന്ന് വന്നു കഴിഞ്ഞു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ പരിധിയില്ലാത്ത പിതാവാണ്. സമ്പത്ത് എന്നിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ബ്രഹ്മാവ് പരിധിയില്ലാത്ത പിതാവല്ല. അതിനാൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. മധുരമായ കുട്ടികൾക്കറിയാം, ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങളും സ്നേഹത്തിൻ്റെ സാഗരമാകണം. സ്ത്രീ പുരുഷന്മാർ പരസ്പരം സത്യമായി സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്. അവരാണെങ്കിൽ കാമവികാരത്തെയാണ് സ്നേഹമായി മനസ്സിലാക്കുന്നത്. എന്നാൽ ബാബ പറഞ്ഞു, കാമം മഹാശത്രുവാണ്. ഇത് ആദിമധ്യ അന്ത്യം ദുഃഖം നൽകുന്ന ഒന്നാണ്. ദേവതമാർ നിർവികാരിയായിരുന്നു. അതിനാലാണ് കൃഷ്ണനെ പോലെയുള്ള കുട്ടിയെ ലഭിച്ചെങ്കിൽ, കൃഷ്ണനെ പോലെ പതിയെ ലഭിച്ചെങ്കിൽ എന്ന് പറയുന്നത്. കൃഷ്ണപുരിയെ ഓർമ്മിക്കുന്നുവല്ലോ. ഇപ്പോൾ ബാബ കൃഷ്ണപുരി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്വയം ശ്രീകൃഷ്ണനെ പോലെ അഥവാ മോഹനെ പോലെ ആകാൻ സാധിക്കും. പ്രിൻസ് പ്രിൻസസ് വേറെയും ഉണ്ടാകും. ഇവരെല്ലാം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവരുടെയും ലിസ്റ്റുണ്ട്. മാലയുടെ 8 മണികളുമുണ്ട്, 108 മണികളുമുണ്ട്. ലോകർ നവരത്നങ്ങളുടെ മോതിരമണിയുന്നു. ഇപ്പോൾ ഈ 8 പേർ ആരാണ്? ഇടയിൽ ആരാണ്? മധുരമധുരമായ ബാബയിലൂടെ നമ്മൾ രത്നമായിക്കൊണ്ടിരിക്കുന്നു എന്നതും നിങ്ങൾ അറിയുന്നുണ്ട്. ബാബ പറയുന്നു,
കുട്ടികളെ പരസ്പരം വളരെ സ്നേഹത്തോടെ നടക്കണം. ഇല്ലെങ്കിൽ ബാബയുടെ പേരിന് കളങ്കമുണ്ടാക്കും. പിന്നെ സദ്ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് ലക്ഷ്യസ്ഥാനം നേടാൻ സാധിക്കില്ല. സർവർക്കും മന്ത്രവും പറഞ്ഞു കൊടുക്കണം. ഒരു ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ മാലിന്യം മാറിപ്പോകും. വീട്ടിലും ഇത്രയും സ്നേഹത്തോടെ നടക്കേണ്ടതാണ്. മറ്റുള്ളവർ മനസ്സിലാക്കണം, ഇവരിൽ ക്രോധമില്ല, വളരെ സ്നേഹം വന്നു കഴിഞ്ഞു. മദ്യം, സിഗരറ്റ് തുടങ്ങിയവ കുടിക്കുന്നത് വളരെ മോശമായ ശീലമാണ്. ഇങ്ങനെയുള്ള എല്ലാ മോശമായ ശീലങ്ങളും ഉപേക്ഷിക്കണം. ദൈവിക ഗുണങ്ങൾ ഇവിടെ തന്നെയാണ് ധാരണ ചെയ്യേണ്ടത്. രാജധാനി സ്ഥാപിക്കുന്നതിന് പ്രയത്നം ആവശ്യമായി വരുന്നു. മറ്റ് ധർമ്മത്തിലുള്ളവർ രാജധാനി സ്ഥാപിക്കുന്നില്ല. അവർ മുകളിൽ നിന്നും പൂർണ്ണമായും പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ 21 ജന്മത്തിൻ്റെ പ്രാപ്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരും. എങ്കിലും പുരുഷാർത്ഥം ചെയ്ത് ദൈവിക ഗുണങ്ങൾ ധാരണം ചെയ്യണം. അഥവാ ക്രോധത്തോടെ സംസാരിക്കുകയാണ് എങ്കിൽ ലോകർ പറയും, ഇവരിൽ ഭൂതമുണ്ട്. പരിധിയില്ലാത്ത ബാബയുടെ മാനം നഷ്ടപ്പെടുത്തിയതുപോലെയാണ്. പിന്നെ ഉയർന്ന പദവി എങ്ങനെ നേടും? വളരെ മധുരവും അനാസക്തവും ആകണം. ഇവിടെ കഴിഞ്ഞുകൊണ്ടും എല്ലാം ചെയ്യുമ്പോഴും യോഗം പ്രിയതമനോടൊപ്പം ഉണ്ടായിരിക്കണം. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഭസ്മമാകും. ഇതിനെ യോഗ അഗ്നി എന്ന് പറയുന്നു. ഇവിടെ ഹഠയോഗത്തിൻ്റെ ആവശ്യമില്ല. തൻ്റെ ശരീരം ആരോഗ്യമുള്ളതാക്കി വെക്കണം. മോസ്റ്റ് വാല്യുബിൾ ശരീരമാണ്. ഭക്ഷണവും ശുദ്ധമായത് കഴിക്കണം. ദേവതമാർക്ക് എങ്ങനെയുള്ള നിവേദ്യമാണ് അർപ്പിക്കുന്നത്? ശ്രീനാഥ ക്ഷേത്രത്തിൽ പോയി നോക്കൂ. ബംഗാളിലാണെങ്കിൽ കാളിക്ക് ആടിൻ്റെ നിവേദ്യം അർപ്പിക്കുന്നു. അവർ തങ്ങളുടെ പിതൃക്കളെയും മത്സ്യം കഴിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ പിതൃക്കൾ അതൃപ്തരാകും എന്ന് മനസ്സിലാക്കുന്നു. ആരോ ആചാരം ഉണ്ടാക്കി അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ദേവീ ദേവന്മാരുടെ രാജ്യത്തിൽ ഒരു പാപവും ഉണ്ടാകുന്നില്ല. അത് രാമരാജ്യമാണ്. ഇവിടെ കർമ്മം വികർമ്മമാകുന്നു, അവിടെ കർമ്മം അകർമ്മമാകുന്നു. ഇപ്പോൾ ഹരിദ്വാറിൽ പോയി ഇരിക്കുന്നു. ഹരി എന്ന് കൃഷ്ണനെ പറയുന്നു. കൃഷ്ണനാണെങ്കിൽ സത്യയുഗത്തിലാണുള്ളത്. വാസ്തവത്തിൽ ഹരി എന്ന നാമം ശിവന്റേതാണ്, ദുഃഖം ഹരിക്കുന്നവനാണ്. എന്നാൽ ഗീതയിൽ കൃഷ്ണന്റെ നാമം വെച്ചു. ഹരി കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കി. വാസ്തവത്തിൽ ദുഃഖം ഹരിക്കുന്നവൻ ശിവബാബയാണ്. ഹരിയുടെ കവാടം എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ഭക്തി മാർഗത്തിൽ എന്ത് തോന്നുന്നുവോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ സംഗമയുഗത്തിൽ വരുന്നു, പഴയ ലോകത്തെ പുതിയതാക്കാൻ. രാവണനാണ് പഴയ ശത്രു. ഓരോ വർഷവും രാവണനെ കത്തിക്കുന്നു. എത്ര പൈസ ചിലവഴിക്കുന്നു? എല്ലാം വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി ആണ്. ബംഗാളിൽ എത്ര ദേവിമാരെ ഉണ്ടാക്കുന്നു. അവരെ കഴിപ്പിച്ചും കുടിപ്പിച്ചും പൂജ ചെയ്തും പിന്നെ പോയി മുക്കി താഴ്ത്തുന്നു. ഇതിനെക്കുറിച്ച് ഒരു ഗീതവുമുണ്ട്. കുട്ടികൾ വളരെ മധുരമാകേണ്ടതുണ്ട്. ഒരിക്കലും ദേഷ്യത്തോടെ സംസാരിക്കാൻ പാടില്ല. ബാബയോട് ഒരിക്കലും പിണങ്ങരുത്. പിണങ്ങി അഥവാ പഠനം ഉപേക്ഷിച്ചുവെങ്കിൽ സ്വന്തം കാലിൽ കോടാലി പ്രയോഗിക്കുകയാണ്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് വിശ്വത്തിൻ്റെ അധികാരിയാകാനാണ്. മഹാരാജാവ് എന്ന് ശ്രീനാരായണനെയും മഹാറാണി എന്ന് ശ്രീലക്ഷ്മിയെയും പറയുന്നു. ബാക്കി ശ്രീ ശ്രീ എന്നത് ശിവബാബയുടെ ടൈറ്റിലാണ്. ശ്രീ എന്ന് പറയുന്നത് ദേവതമാരെയാണ്. ശ്രീ എന്നാൽ ശ്രേഷ്ഠം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നമ്മൾ എന്തായിരുന്നു? മായ നമ്മുടെ ശിരസ് തിരിപ്പിച്ച് നമ്മളെ എന്താക്കി മാറ്റിയിരിക്കുന്നു? ഭാരതം എത്ര സമ്പന്നമായിരുന്നു, പിന്നെ എങ്ങനെയാണ് ദരിദ്രമായത്? എന്ത് സംഭവിച്ചു? യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് ദേവതയായിരുന്നത്, പിന്നെ ക്ഷത്രിയരായി. അവർ പറയുന്നു, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്.
അല്ലായിരുന്നുവെങ്കിൽ ഹംസോ എന്നതിൻ്റെ അർത്ഥം എത്ര സഹജമാണ്. മനുഷ്യ ജന്മം ഒന്നേ ഉള്ളൂ എന്നവർ പറയുന്നു. എന്നാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മനുഷ്യൻ്റെ ജന്മങ്ങൾ 84 ആ 84 ജന്മങ്ങളിൽ നിങ്ങളുടെ ഈ സംഗമയുഗത്തിൻ്റെ ഒരു ജന്മം ദുർലഭമാണ്. ഇതിൽ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുന്നു. നിങ്ങൾ വളരെ റോയലായ ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ നിങ്ങളിൽ എത്ര റോയൽറ്റി ഉണ്ടായിരിക്കണം. റോയലായ മനുഷ്യർ ഒരിക്കലും ഉച്ചത്തിൽ സംസാരിക്കുന്നില്ല. ലോകത്തിൽ ഓരോ വീട്ടിലും എത്ര കോലാഹലങ്ങൾ നടക്കുന്നു. സ്വർഗത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. ഈ ബാബയും, അതായത് ബ്രഹ്മാവും, വല്ലഭാചാരി കുലത്തിലേതായിരുന്നു. എങ്കിലും ആ സത്യയുഗത്തിലെ ദേവതമാരെവിടെ? ഈ കാലത്തെ വൈഷ്ണവരെവിടെ? വൈഷ്ണവരായതുകൊണ്ട് വികാരത്തിൽ പോകുന്നില്ല എന്നൊന്നുമല്ല. രാവണ രാജ്യത്തിൽ എല്ലാവരും വികാരത്തിലൂടെയാണ് ജനിക്കുന്നത്. സത്യയുഗമാണ് സമ്പൂർണ്ണ നിർവികാരി. ഇപ്പോൾ നിങ്ങൾ സമ്പൂർണ്ണ നിർവികാരി ആയിക്കൊണ്ടിരിക്കുന്നു. വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. യോഗബലത്തിലൂടെ നിങ്ങളുടെ പെരുമാറ്റ രീതി വളരെ മധുരവും റോയലും ആയിരിക്കേണ്ടതാണ്. ഏതെങ്കിലും ഡിബേറ്റോ ശാസ്ത്രവാദമോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വിഷയത്തെക്കുറിച്ചും തർക്കം നടത്തരുത്. അവർ എപ്പോഴാണോ ശാസ്ത്രവാദം ചെയ്യാൻ ഇരിക്കുന്നത് അപ്പോൾ പരസ്പരം വടികൊണ്ടും അടിക്കുന്നു. ആ പാവങ്ങളുടെ കുറ്റമല്ല. ഈ നോളജ് അറിയുകയേയില്ല. ഇതാണ് ആത്മീയ നോളജ്. അത് ലഭിക്കുന്നത് ആത്മീയ പിതാവിൽ നിന്നാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിന് ശരീരത്തിൻ്റെ നാമമില്ല. അത് അവ്യക്തമൂർത്തിയാണ്. പറയുന്നു, എൻ്റെ നാമം ശിവനാണ്. ഞാൻ സ്ഥൂലമോ സൂക്ഷ്മമോ ആയ ശരീരം എടുക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം, ആനന്ദത്തിൻ്റെ സാഗരം എന്ന് എന്നെ തന്നെയാണ് പറയുന്നത്. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം എഴുതിയിരിക്കുന്നു? ഹനുമാൻ വായുപുത്രനായിരുന്നു. ഇപ്പോൾ വായുവിൽ നിന്നും പുത്രൻ എങ്ങനെ ജനിക്കും? പിന്നെ പരമാത്മാവിനെ കുറിച്ച് പറയുന്നു, മത്സ്യ കൂർമ്മ അവതാരം എന്ന് എത്ര അധിക്ഷേപിച്ചിരിക്കുന്നു. ബാബ വന്ന് പരാതി പറയുന്നു, നിങ്ങൾ ആസുരീയ മതമനുസരിച്ച് എന്നെ ഇത്രയും അധിക്ഷേപിച്ചു. 24 അവതാരം എന്നും പറഞ്ഞിട്ടും വയർ നിറയാതെ തൃപ്തിയാകാതെ കല്ലിലും മൺകട്ടയിലും കണക്കണത്തിലും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ എല്ലാ ശാസ്ത്രങ്ങളും ദ്വാപരം മുതൽ ഉണ്ടായതാണ്. ആദ്യം ശിവന്റെ പൂജയാണ് നടന്നിരുന്നത്. ഗീതയും പിന്നീടാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് മുഴുവനും അനാദിയായ കളിയാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കാൻ. അപ്പോൾ ബാബയെ പൂർണ്ണമായും ഫോളോ ചെയ്യേണ്ടതാണ്. ലക്ഷണങ്ങളും വളരെ നല്ലതായിരിക്കേണ്ടതാണ്. ഇതും വണ്ടറാണല്ലോ. കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ എന്താണ്? പിന്നെ സത്യയുഗത്തിൽ എന്ത് കാണും? കലിയുഗത്തിൽ ഭാരതം ഇൻസോൾവെൻ്റ് ആണ്. സത്യയുഗത്തിൽ ഭാരതം സോൾവെൻ്റ് ആണ്, സമ്പന്നമാണ്. ആ സമയം മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരിക്കുന്നില്ല. ഈ ഗീത എപ്പിസോഡ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നമ്മൾ റോയൽ ബാബയുടെ കുട്ടികളാണ്. അതിനാൽ തൻ്റെ പെരുമാറ്റ രീതി വളരെ റോയലാക്കി വെക്കണം. ഉച്ചത്തിൽ സംസാരിക്കരുത്. വളരെ മധുരമാകണം. ഒരിക്കലും ബാബയോടോ പരസ്പരമോ പിണങ്ങരുത്. പിണങ്ങി പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഏതെല്ലാം മോശമായ ശീലങ്ങളുണ്ടോ അവയെ ഉപേക്ഷിക്കണം. വരദാനം: സർവശക്തിവാന്റെ കൂട്ടുകെട്ടിൻ്റെ സ്മൃതിയിലൂടെ സമസ്യകളെ ദൂരെ ഓടിക്കുന്ന പരമാത്മാ സ്നേഹിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ പരമാത്മാ സ്നേഹികൾ, അവർ സ്നേഹിയെ സദാ കൂടെ വയ്ക്കുന്നു. അതിനാൽ ഒരു സമസ്യയും മുന്നിൽ വരുന്നില്ല.
ആരുടെ കൂടെ സ്വയം സർവശക്തിമാനായ ബാബയുണ്ടോ അവരുടെ മുന്നിൽ സമസ്യയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. സമസ്യ ജനിക്കുമ്പോൾ അവിടെ തന്നെ ഇല്ലായ്മ ചെയ്യൂ. അപ്പോൾ വർധനവുണ്ടാകില്ല. ഇപ്പോൾ സമസ്യകളുടെ ബർത്ത് കൺട്രോൾ നടത്തൂ. സദാ ഓർമ്മ വയ്ക്കൂ, സമ്പൂർണതയെ സമീപം കൊണ്ടുവരേണ്ടതുണ്ട്. സമസ്യകളെ ദൂരെ ഓടിക്കേണ്ടതുണ്ട്. സ്ലോഗൻ: പ്രിയപ്പെട്ടവർ ആകാനുള്ള പുരുഷാർത്ഥമല്ല, വേറിട്ടവർ ആകാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. എങ്കിൽ സ്വതവേ പ്രിയപ്പെട്ടവരായി മാറും. ഓം ശാന്തി. ഈ സംഗമത്തിൽ ഉയർന്നതിലും ഉയർന്ന ശിവബാബയെ അറിഞ്ഞതിൻ്റെ, എൻ്റേതായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സ്മൃതി എന്നെ ഹർഷിതമാക്കുന്നു. ഒരു ദീപനാളത്തിലേക്ക് ശലഭം ആകർഷിക്കപ്പെടുന്നത് പോലെ സ്നേഹസാഗരമായ ബാബയുടെ സ്നേഹത്തിൻ്റെ ആകർഷണം എന്നെ ഒരു നിമിഷത്തിൽ പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. ഈ ജ്യോതിദേശത്തിലെ പരമജ്യോതിയായ ശിവബാബയുടെ ഓർമ്മയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ സാഗരമായ ബാബയുടെ ഈ സ്മൃതി എൻ്റെ സ്വരൂപത്തെ പരിവർത്തനപ്പെടുത്തുന്നു. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരമാകുന്നു. ഞാൻ ശക്തിശാലി ആത്മാവാണ്. സർവശക്തിവാന്റെ സന്താനമാണ്. ഈ സ്മൃതിയുടെ ലഹരി എന്നിൽ സർവശക്തികളുടെയും വിശേഷതകൾ നിറയ്ക്കുന്നു. സർവശക്തികളും എൻ്റെ അലങ്കാരമായി മാറുന്നു. സർവശക്തിവാനായ ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമായിരുന്ന് ഞാൻ ആത്മാവ്
അഷ്ടശക്തി സ്വരൂപം ആകുന്നു. ഈ അഷ്ടശക്തി സ്വരൂപമായി ശിവശക്തിയുടെ സംയുക്ത രൂപമായി ഇരിക്കുമ്പോൾ മായയെ ഉൽപ്പന്നമാക്കുന്ന സർവ സംസ്കാരങ്ങളും ഇല്ലാതാകുന്നു. സുഖസാഗരമായ ശിവബാബയുടെ സന്താനമായ ഞാൻ സുഖസ്വരൂപ ആത്മാവാണ്. സുഖസാഗരവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഞാൻ ആറാടിക്കൊണ്ടിരിക്കുന്നു. സങ്കല്പത്തിൽ പോലുമുള്ള സർവ ദുഃഖങ്ങളുടെയും ശോകങ്ങളുടെയും സൂക്ഷ്മമായ അലകൾ പോലും സമാപ്തമാകുന്നു. സദാ സുഖീ ഭവ എന്ന വരദാനം ബാബ എനിക്ക് നൽകുന്നു. സർവ ദുഃഖങ്ങളെയും ശോകങ്ങളെയും അത് വിസ്മൃതമാക്കുന്നു. ഞാൻ ആത്മാവ് പരമാത്മാ സ്മൃതിയുടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ നിന്നും തിരികെ ശരീരവും ആത്മാവും കമ്പൈൻഡ് ആയിരിക്കുമ്പോഴും കമലപുഷ്പ സമാനം വേറിട്ടും കർമ്മയോഗിയുമായും ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ സമർത്ഥ സ്ഥിതിയിൽ സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും അധികാരിയായി സ്വരാജ്യ അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സർവശക്തികളുടെയും സുഖത്തിൻ്റെയും പരിധിയില്ലാത്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു.